എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. കോട്ടയം ജില്ലയിലെ രാമൂരം കടനാട് പഞ്ചായത്തിൽപ്പെട്ട ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ ഏരിയയുടെ പേര് മരങ്ങാട് എന്നാണ്. രാമൂരം പഞ്ചായത്തിൻ്റെയും കടനാട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. രാമൂരം പഞ്ചായത്തിൻ്റെയും കടനാട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ കൂടി ഒഴുകുന്ന തോട് മലിനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശവാസികൾ നമ്മുടെ ചാനലിലേക്ക് വിളിച്ച പ്രകാരമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ ഏരിയയിലേക്ക് വന്നത്. വിശ്വാസം എന്ന് പറഞ്ഞ കമ്പനി പുറന്തള്ളുന്ന വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം ഈ തോട്ടിൽ കൂടിയാണ് ഒഴുകുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പ്രദേശവാസികൾ എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 10-20 വീട്ടുകാർക്ക് കിണറ്റിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കിണറ്റിലേക്ക് ഉറവ എടുക്കുന്നത് അഴുക്കിൻ്റെ സ്മെല്ല് ഉളവാക്കുന്ന രീതിയിലുള്ള സ്മെല്ലാണ്. തൽഫലമായിട്ട് ഈ പ്രദേശവാസികളൊന്നും ഇവിടെയുള്ള കിണറ്റിലെ വെള്ളം കുടിക്കുന്നില്ല. ഒരു 10-15 കൊല്ലം മുമ്പ് ഈ കിണറ്റിലെ വെള്ളത്തിന് വളരെയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. കാരണവന്മാരായിട്ട് തലമുറയായിട്ട് പിന്തുടരാവകാശമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ്. ഉപയോഗിക്കാൻ പറ്റാത്തില്ലാത്ത രീതിയിൽ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസം, അതുപോലെ തന്നെ കളർ വ്യത്യാസം, തോട്ടിൽ കൂടിയാണെങ്കിൽ ഒഴുകിപ്പോകുന്ന അഴുക്കിൻ്റെ സ്മെല്ല് കാരണം മൂക്ക് പൊത്തിയിരിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ ഈ പ്രദേശവാസികളെല്ലാം വളരെയധികം കംപ്ലൈൻറ്റുകളാണ് ഡിക്റ്റിക് ന്യൂസ് കേരളയിലേക്ക് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ചാനലിലേക്ക് ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണെങ്കിലും നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് ഒരു വ്യക്തിയാണേലും അവർ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഓടിപ്പോവും. നമ്മൾ ഓടിപ്പോയ ചരിത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ചോദിച്ചു ഇവരോട്, എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾക്ക് ചാനലുകാരോട് വിവരം പറയാൻ മേലായിരുന്നു എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, അങ്ങനെയുള്ള വാർത്തയൊന്നും എടുക്കാനായിട്ട് അവരൊന്നും വരത്തില്ല. ഞങ്ങൾ വിളിക്കാത്ത വാതിലുകളില്ല, പാർട്ടി പ്രവർത്തകരില്ല, ഞങ്ങൾ ശ്രമിക്കാത്ത പഞ്ചായത്ത് മെമ്പർമാരില്ല, എല്ലാവരും ഞങ്ങളെ കൈയൊഴിഞ്ഞു എന്നാണ് ഈ പ്രദേശവാസികളെല്ലാം പറഞ്ഞത്. എന്താണേലും ഒറ്റപ്പെട്ടു പോയ ആൾക്കാരെ നമ്മൾ ഇട്ടിട്ട് പോകുന്ന സ്വഭാവമില്ല. ഇതിനെന്താണേലും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ ഇവിടുന്ന് പോകുള്ളൂ. ഈ തോട്ടിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ തോട്ടിലെ വെള്ളമാണ് ഈ പ്രദേശവാസികൾക്ക് പൈപ്പ് വെള്ളമായിട്ട്. ഈ തോട്ടിൽ കൂടി ഒഴുകിപ്പോകുന്ന വെള്ളം ഏഴാച്ചേരി വഴി പാല കടന്ന് മീനച്ചിലാറ്റിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. ആ വെള്ളം തന്നെയാണ് കുഴൽ വഴി ഇവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികളെല്ലാം പൈപ്പ് വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാടിൻ്റെ അവസ്ഥയും ഓർക്കണേ. എന്താണേലും ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. വളരെയധികം സാംക്രമിക രോഗങ്ങൾ ഇതുവഴി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇവർക്ക് വ്യവസായങ്ങൾ തുടങ്ങാം, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അവർക്ക് ചെയ്യാമല്ലോ. ജനനിബിഡമായ സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, കുടിവെള്ള പ്രശ്നം എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെ അഴുക്ക് വെള്ളം, വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന വാർത്ത ഈ 5-10 വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. ഈ മീനച്ചിൽ താലൂക്കിലും അതിൻ്റെ ഈ മീനച്ചിൽ താലൂക്കിലും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പൈപ്പ് വഴി വെള്ളം കുടിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സാംക്രമിക രോഗം പൊട്ടിപ്പുറപ്പെട്ടു പോകാം. പേര് നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ചേച്ചി നമസ്കാരം. പേരെങ്ങനെയാ? തെയ്യാമ്മ. ഇത് പഞ്ചായത്ത് ഏതാ? പഞ്ചായത്ത് രാമപുരം കടനാട് പഞ്ചായത്ത്. കടനാട് പഞ്ചായത്ത്. ചൂടോർക്കി പറയണേ. ഇത് വില്ലേജ് ഏതാ തന്നെ? രാമപുരം വില്ലേജ്. ഇവിടെ വീട്ടുപേര്? മണിയഞ്ചിറക്കുന്ന. എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ 40 വർഷമായി. 40 കൊല്ലമായി. ഈ ഇവിടെ തൊട്ടി ചേർന്ന വിശ്വാസം എന്ന് പറഞ്ഞ കമ്പനിയല്ലേ ഉള്ളത്? അതെ. എന്താ ഈ കമ്പനിയുടെ ഭാഗത്ത് എന്താ ഉപദ്രവമുള്ളത്? കമ്പനി അവർ ആദ്യം കുറച്ച് സ്ഥലം മേടിച്ചിട്ട് പിന്നെ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് സർവ്വ കാര്യവും ചെയ്യുന്നുണ്ട്. പൊടിക്കുന്നത്, അരി പൊടിക്കുന്നത്, കപ്പ പണിയ, വാഴയ്ക്ക, അതിൻ്റെ തൊലിയെല്ലാം ആദ്യമൊക്കെ പുറത്തൂടെയൊക്കെ അയൽവക്കത്തൂടെയൊക്കെ കൊണ്ടിടുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ദുർഗന്ധം പിടിച്ചപ്പം അവർ വേറെ മാറ്റാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചീത്ത വെള്ളം അതൊരു മഴ വരുമ്പോഴത്തേനും ടാങ്കിനകത്തുനിന്ന് ഇളക്കി മറിച്ചിട്ട് കമുത്തുകയാണ്. അതാണ് ഈ വരലിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. ദുർഗന്ധം കൊണ്ട് ഒരു തരത്തിലും ഇരിക്കാൻ പാടില്ല. വെള്ളം ചീത്ത. അതിനകത്ത് ആ പാവപ്പെട്ട ഇവരൊക്കെ തുണി കഴുകുന്നതായിരുന്നു കേട്ടോ. അതെല്ലാം പോയി. അതൊക്കെ തുണി കളിക്കാൻ ഞങ്ങൾ തോട്ടിൽ കുളിക്കുന്നുണ്ടായിരുന്നു. പിള്ളേർ കുളിക്കുമായിരുന്നു. പിള്ളേർ വെള്ളത്തിൽ ഇപ്പം ഇടവഴി മാട്ടിൻ്റെയിൽ ഒരു പണിക്കാരെ നിർത്തി പുല്ല് കാട് പോലും പറപ്പിക്കാൻ പറ്റിയ
കാട് പറിച്ച് കളയില്ല പണി, മാട് തെളിക്കുമല്ലോ, അത് ആരും ഇറങ്ങിയില്ല. അതിനകത്ത് അത്രമാത്രം ചീത്ത വെള്ളം. ചീത്ത വെള്ളം. വേറെ കിണറ്റിലെ വെള്ളത്തിന് കിണർ കുത്തിയിട്ട് കിണർ മൂടിയിട്ടിരിക്കുക. മൂടിയിട്ട് അതെ ഡിഷ് ഉണ്ടല്ലോ പണ്ട് ടി വിയുടെ ഡിഷ് കളയുമല്ലേ, അതെടുത്ത് മൂടിയിട്ട് വെക്കുക. പിള്ളേരങ്ങനെ കയറി വീണെങ്കിൽ അത് കാട് കയറി അവിടെ കിടക്കുക. ഉപയോഗിക്കാൻ പറ്റാത്ത ആ വെള്ളം കൊണ്ട് യാതൊരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല. മോട്ടർ അടിച്ചാൽ ദുർഗന്ധമാണ് വരുന്നത്. ആ വെള്ളം നിറം മാറി ചീഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അത്രമാത്രം ചെടിക്ക് പോലും ഒഴിക്കാൻ കൊള്ളുകയില്ല. അത്ര ദുർഗന്ധം. ഇല്ല ഇല്ല. എത്ര കാലമായി കിണർ ഉപയോഗശൂന്യമായി പോയിട്ട്? ഇങ്ങോട്ട് മാറി വീട് മാറി താമസിച്ച് കഴിഞ്ഞപ്പം ഒരു 2 വർഷമേ ആ കിണറിനകത്തുനിന്ന് വെള്ളം കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അത് തുടങ്ങിയിട്ട് 10-15 വർഷമായി. 15 വർഷത്തിന് ശേഷമാണോ ഈ കിണർ ഉപയോഗിക്കാൻ പറ്റിയാത്തൊരവസ്ഥയിലേക്ക് ആയത്? അവർ തുടങ്ങി ഈ വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒന്നിനും കൊള്ളുകയില്ല, ഒട്ടും കൊള്ളുകയില്ല. അത് ഈ ഇടവഴിയിൽ ഇവിടെ ഒന്നും ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അത് തളം കെട്ടിക്കിടക്കുക ഈ കണ്ട അഴുക്കല്ല. എന്നിട്ട് പക്ഷികളൊക്കെ വന്ന് തിന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അത് പിള്ളേർ ഫോട്ടോ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ പരാതി കൊടുത്തു. രാമപുരം വിചാരിച്ചിൻ്റെ അടുക്ക് വരെ പരാതി കൊടുത്തു. യാതൊരു വിശേഷവുമില്ല. അങ്ങനെ പറഞ്ഞു പഞ്ചായത്തിലൊക്കെ പരാതിപ്പെട്ട് അവരെല്ലാം വന്ന് നോക്കിയതാണ്. പലതവണ പലരും വന്ന് നോക്കിയതാണ്. അവർ അത് മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നു, വെള്ളം എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ മകനും വെള്ളം 2-3 തവണ കൊണ്ട് പരിശോധിച്ചാൽ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യം അവർ ഈ അവിടുന്ന് അവരുടെ കിണറ്റിൽ നിന്ന് പൈപ്പിട്ട് വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു. അപ്പം ഞങ്ങൾക്കത് തൃപ്തി വരാത്തത് കൊണ്ട് ഞങ്ങളത് കൊണ്ട് പരിശോധിച്ചപ്പം മോൻ പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്ക് പൈപ്പ് വെള്ളം മേടിക്കാൻ പഞ്ചായത്തിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിലെ വെള്ളമാണ് ഇപ്പം കുടിക്കുന്നത്. അതെ അതെ. പഞ്ചായത്തിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മീനച്ചിൽ താലൂക്കിൽ നിന്ന് തന്നെ വെള്ളമല്ലേ? വെള്ളം കിണർ കുത്തിയിട്ട് ആ തോട്ടിലെ വെള്ളം അങ്ങോട്ട് കുളത്തിലോട്ട് വലിയൊരു കുളം പോലെ കുത്തിയിട്ട് അതിനകത്തോട്ട് വരും. എന്നാലും തോടിന്റെ അരിയിലാണല്ലോ. തോടിന്റെ അരിയിലാണ് അതുകൊണ്ട് വെറും വെള്ളം കുടിക്കുകയല്ല, വെള്ളം തിളപ്പിച്ച് കുടിക്കും. നിവൃത്തിയുള്ള അതല്ലേ ഉള്ളൂ. മലിനീകരണ ബോർഡിൽ വല്ലതും വിവരം അറിയിച്ചായിരുന്നോ? അറിയിക്കാത്ത സ്ഥലവും ഇല്ല, മുട്ടാത്ത വാതിലും ഇല്ലെന്ന് പറഞ്ഞു. വൃത്തികേടായിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഇതിന് മോചനം കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഉള്ള സത്യം അത് പറയുന്നത്. നല്ലൊരു വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ ഈ പറമ്പിൽ വെള്ളം കുടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ? ഈ പറമ്പിനടി വെട്ടുകയില്ല. അവിടെ കിണർ കുഴിച്ചാലും ആ മാലിന്യം ഒഴുകി വന്ന് ആ വെള്ളം അശുദ്ധമാണെന്നാണ്. അതായത് ഈ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെട്ടുകല്ല്, ഒരു 2-3 മീറ്റർ കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വെട്ടുകല്ലാണ്. അപ്പം അവിടെ കുഴി കുത്തിയാണേലും വെള്ളം ഈ തൊട്ട് അടുത്ത് കാണുന്ന വിശ്വാസം എന്ന് പറഞ്ഞ ആ കമ്പനിയിൽ അവരൊരു പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് വെള്ളം അവിടെ ഇരുത്തിയാൽ തന്നെ അത് മൊത്തം സ്പ്രെഡായി ഈ പ്രദേശത്തെല്ലാം കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം മൊത്തം മലിനമായി പോകും അല്ലേ? അങ്ങനെയല്ലേ? മലിനമായി പോകുന്നതെന്നാണ് ഈ അമ്മ പറയുന്നത്. എന്താണ് അമ്മയുടെ ആഗ്രഹം? എന്താ? ഞങ്ങൾക്ക് ശുദ്ധജലം കുടിക്കണം, കിണർ കുത്തി വെള്ളം എടുക്കണം, പിന്നെ ഇവിടെ ദുർഗന്ധം കൂടാതെ ഇരിക്കാൻ പറ്റണം. ഞങ്ങളുടെ വരളി വെള്ളം നല്ല വെള്ളമായിട്ട് ഒഴുകി പോകണം. അവിടെ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാനുള്ള ഇതൊക്കെ ഇല്ലേ, മാട് തെളിക്കുക ഇതൊക്കെ ചെയ്ത് അവിടെ ഇറങ്ങത്തില്ല. അസുഖം വരുമെന്ന് പേടിച്ചിട്ട് അത് പിന്നെ ഇറങ്ങിയിട്ടില്ല. അത് കുഴഞ്ഞു കിടക്കുക. ഇത് അടിഞ്ഞ് കിടക്കുക. വേസ്റ്റ് അവര് ആ മൂലയ്ക്കല് കുഴിയെടുത്തു. അതിവിടുന്ന് അത് ഊറി ഇറങ്ങി വന്നിട്ട് ഈ ഇടവഴിയിൽ ഇറങ്ങിയിട്ട് അതങ്ങോട്ട് കുളം കെട്ടി കിടക്കുകയാണ് ഇതെല്ലാം കൂടെ ആയിട്ട്. അത് പക്ഷികളൊക്കെ തിന്നും കുത്തിയൊക്കെ ആയിട്ട് എല്ലാം. പിന്നെ അത് ഫോട്ടോ എടുത്തുകൊണ്ടുപോയി രാമപുരത്ത് മുമ്പിരുന്ന് വിചാരിച്ചെന്നെ കൊണ്ട് കാണിച്ചു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങി നോക്കിയപ്പം ഒരു മനുഷ്യൻ ഈ മതിലേ കയറിയിരിക്കുന്നു. മതിലേ കയറി നിന്നിട്ട് അവർ മണ്ണ് കോരിയിട്ടിട്ട് അത് മൂടുക. ഞാൻ ചോദിച്ചു അവരെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് ചെയ്യേണ്ട ജോലി അങ്ങ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂടിയിട്ടാലും പിന്നെ ശുദ്ധമാകുമെന്ന് ചോദിച്ചു. അതിന് ശേഷമൊന്നും അവർ പറയുന്നില്ല. 10-40 കൊല്ലമായിട്ട് ഈ
അമ്മേനെ ഇങ്ങോട്ട് ഈ വീട്ടിലേക്കാണ് കെട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ സ്വസ്ഥവും സമാധാനമായിട്ട് സ്വന്തം പുരയിടത്തിൽ നിന്നും ഇവിടെ എല്ലാം ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയാത്ത ഉറവയുള്ള ഏരിയയാണ് അല്ലേ? വേനൽക്ക് വെള്ളം പറ്റാറില്ല ഇവിടെ. അതുപോലെ തന്നെ ജലസമൃദ്ധമായ ഒരു ഏരിയയാണ്. ഇപ്പോഴും ഏത് വേനൽക്കാലത്തും ഇവിടെ വെള്ളമുണ്ട്. പക്ഷേ സ്വന്തം കിണറ്റിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാതെ പഞ്ചായത്തിലെ വെള്ളം ഈ പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരെ സംബന്ധിച്ച് ഈ അമ്മേനെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഉന്നതാധികാരികൾ ഇത് കാര്യമായിട്ട് പരിഗണിച്ച് ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തുക. ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങല്ല, ഇത് പ്രസ്ഥാനം മുന്നോട്ട് പോകല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ വ്യവസായങ്ങൾ തുടങ്ങാം, ഇതിനായിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിങ്ങൾ ചെയ്ത ഒരു കുഴപ്പമില്ല. ഇതുപോലെ തന്നെ ജനവാസമുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പ്രദേശവാസികളെല്ലാം അമ്മയ്ക്കൊക്കെയാണെങ്കിലും ഇത്രയും പ്രായമുള്ളൊരു അമ്മയാണ് സ്വസ്ഥ സമാധാനമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ഈ വീട്ടിൽ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പുകാരും പെരക്കാരും ഒക്കെ അടച്ച് എല്ലാ കാര്യങ്ങളും സർക്കാരിന് വേണ്ട നികുതി എല്ലാം കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ അമ്മ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ സ്വന്തം ഈ പുരയിടത്തിൽ ഒരു ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇതുപോലെ തന്നെ ക്ലേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ അതുപോലെ ഈ ദുർഗന്ധവും ഈ ചീത്ത ചെളിയും വെള്ളം കൂടി ആകുമ്പോൾ ഈച്ചയും കൊതുകിൻ്റെ ശല്യം ഇവിടെയുണ്ട്, ധാരാളം ഉണ്ട്. പ്രിയരെ, നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യണം. എന്താണെങ്കിലും ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ഡിക്റ്റിക് ന്യൂസ് കേരള ആൻഡ് ഹാർഡ് ഫാമർ സിജിയും സിജോയും.